മനസ്സിന് ഒത്തിരി കുളിർമ നൽകുന്ന ഒരു കാഴ്ച, എന്നത്തെയും പ്രഭാതത്തിൽ നിന്നൊരു വ്യത്യസ്തമായ പ്രഭാതം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ഇതാ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഒരുപാട് നേരത്തെ ഒന്നും എണീക്കേണ്ടി വന്നില്ല കേട്ടോ. ഉച്ചവരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സമയം പോലെ പോയി വരാമെന്ന് കരുതി ഒത്തിരി നേരത്തെ ഒന്നും എണീറ്റില്ല. അപ്പോൾ എല്ലാവരും കുളിച്ച് മാറ്റിയിട്ടാണ് ഞങ്ങൾ സൗപർണിക കാണാൻ പോകുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. സൗപർണികയിൽ പോയി കുളിച്ച് ഒരുങ്ങി ക്ഷേത്രത്തിൽ പോകാമെന്നിരുന്നു വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ എണീറ്റ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും കുളിച്ചൊരുങ്ങിയതിന് ശേഷം സൗപർണികയിൽ പോയി കണ്ടുവന്നിട്ട് ക്ഷേത്രത്തിൽ പോയി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കെന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യമുള്ളായിരുന്നു. നല്ല രീതിയിൽ ദേവീനെ കണ്ട് തൊഴാൻ പറ്റി. ഞങ്ങൾ പോയ സമയം ദീപാരാധനേൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ദേവീനെ കാണാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് പോണതെങ്കിലും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഹാപ്പിയാണ് അതിൽ. പിന്നെ കുറച്ച് ജസ്റ്റ് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ അന്നദാനം കഴിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മുരുടേശ്വരം പിടിക്കണം. അപ്പം കുറച്ച് ട്രാവൽ ഉണ്ട് അവിടേക്ക്. 2-3 ബസ് എന്തോ മാറി കയറേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവാൻ നിന്നില്ല. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഫസ്റ്റ് ഒരു ബസ് കയറി, 3 ബസ് എന്തോ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ബസ് യാത്രയൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും വേഗം ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം മുരുടേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അതാകുമ്പോൾ പോകാൻ എളുപ്പമാണല്ലോ. പിന്നെ വേഗം ഫ്രഷായി ഞങ്ങളിത് അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു ചായ എന്തോ കുടിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു. മുരുടേശ്വരം ക്ഷേത്രത്തിൽ എത്തിയപ്പം നല്ല മഴയായിരുന്നു. കാറ്റും മഴയും ഇടിമിന്നലൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റും മഴയായിരുന്നു. കടലിനടുത്ത് തന്നെ ആയതുകൊണ്ട് കാറ്റ് ഞങ്ങളെയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ തരത്തിലുള്ളൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്തൊക്കെയായാലും രാത്രി ഒരു കുറച്ച് ലേറ്റ് ആവുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. മഴയായിരുന്നു കാരണം, പക്ഷേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ മഴയും കൂടി ആയപ്പം നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റൂമിലെത്തി. പിറ്റേന്ന് ഇതാ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വേറെ ഈ യാത്ര നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ. പക്ഷേ രാത്രി നല്ല മഴയായത് കാരണം ശരിക്കും ആ സ്ഥലം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് നമുക്ക് അവിടെ ഇരുന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഒന്നിനും പറ്റിയില്ല. ആ സ്ഥലം ഞങ്ങൾ കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നിനും ഉള്ളൊരു സൗകര്യം കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റാണ്. അപ്പോൾ ഇതാ വേഗം ഒരു ചായ മാത്രം കുടിച്ച് ഞങ്ങളെല്ലാവരും സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് മംഗലാപുരം പോകണം. അവിടുന്ന് പിന്നെ കോഴിക്കോടുള്ള ട്രെയിൻ കയറണം. അങ്ങനത്തെ പോകുന്ന തിരക്കിലാണ്. ഞങ്ങളുടെ ട്രെയിൻ 1 hour ലേറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ. അപ്പോൾ ഇതാ ട്രെയിൻ വന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെയും കുറച്ച് ആൾക്കാർ ഇവിടെ ആയിപ്പോയി. എന്നാൽ പിന്നെ കുറച്ച് ദൂരേ ഉള്ളായിരുന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് എല്ലാവരും ടയേർഡായിട്ട് ഒരു സീറ്റ് കിട്ടിയതും എല്ലാം കിടന്നുറങ്ങാനാണ് നോക്കിയത്. പിന്നെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ട്രെയിൻ ഇറങ്ങി അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിലാണ്. ഇനി ഇത് വന്നിട്ട് വേണം അടുത്ത വിശ്രമം. എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫേസ് കണ്ടാലും അറിയാം. അപ്പോൾ ട്രെയിൻ വന്നതേ ഓർമ്മയുള്ളൂ. എല്ലാവരും വെട്ടിയിട്ട വാഴ പോലെ അവിടെ കിടന്നു കേട്ടോ. കുട്ടികൾ മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ബാക്കി വലിയവരെല്ലാവരും കിടന്നു. പിന്നെ ഫുഡ് കഴിച്ചതിന് ക്ഷീണം ഉണ്ടായിരുന്നു. വേറെ ഫുഡൊന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ബിരിയാണി തിന്നണം എന്നൊരു പൂതി തോന്നിയപ്പോൾ സ്റ്റേഷനിൽ കഴിച്ചു കേട്ടോ. ഒത്തിരി നല്ലതൊന്നല്ല, എന്നാലും ഫ്ലോപ്പായില്ല. അങ്ങനെ ഇതാ ഞങ്ങളെ വണ്ടി വന്ന് നമ്മൾ കോഴിക്കോട് തിരിച്ചെത്തി. ഇതാ കോഴിക്കോട് ബീച്ച് എത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു യാത്രയായിരുന്നു. ഫസ്റ്റ് ടൈമുള്ള മൂകാംബിക ദർശനം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.